ഹലോ. അപ്പം നമ്മൾ വേളാങ്കണ്ണിയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. ഈ ബസ്സിലാണ് ഇനിയുള്ള 3 ദിവസത്തെ നമ്മുടെ വേളാങ്കണ്ണി കാന്തല്ലൂർ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. കുതിരാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക പാതയാണിത്. തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും നടുക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട് ഈ തുരങ്കപാതയ്ക്ക്. ഈ കാഴ്ച നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ബസ്സിലൊക്കെ സൈഡ് സീറ്റിലൊന്നും പോയിരിക്കരുത്. ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാഴ്ച ആസ്വദിക്കാനും അത് ക്യാമറയിൽ പകർത്താനും ഒക്കെ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കുതിരാനം കഴിഞ്ഞ് നേരെ വേളാങ്കണ്ണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിറ്റേ ദിവസം പുലർച്ചെ 5:30 വേളാങ്കണ്ണിയിലെത്തിയത്. അവിടെ ഞങ്ങൾ റൂം എടുത്ത് എല്ലാവരും ഫ്രഷായി പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി. പള്ളിയിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചയാണിതെല്ലാം. ഒരുപാട് വാഹനങ്ങളും ജനങ്ങളും ഒക്കെ കൊണ്ട് നല്ല തിക്കും തിരക്കിലും പെട്ടിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ എത്തിപ്പെട്ടത്. അപ്പോൾ പള്ളിയിൽ ചെന്നു. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊച്ചുങ്ങളായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ അച്ഛൻ. ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന വെച്ച കാര്യമാണ് വേളാങ്കണ്ണിയിൽ വരണം, പ്രാർത്ഥിക്കണം, കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ളത്. അതിനുള്ളൊരവസരം അത് ഈ വർഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളിവിടെ നിന്നും പോയത് മോർണിംഗ് ചർച്ചിലേക്കാണ്. പോകുന്ന വഴി നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു തണൽ കണ്ടാൽ അപ്പം എല്ലാവരും അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നീടും യാത്ര തുടങ്ങണത്. മോർണിംഗ് ഒരു 8-8:30 ആവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെ നട്ടുച്ചയ്ക്ക് എങ്ങനെയാണോ വെയിൽ, അതേ വെയിലാണ് അവിടെ. ഞങ്ങൾക്ക് ഒട്ടും തന്നെ നടക്കാൻ പറ്റുന്നില്ല. നടക്കാനായിട്ട് ഒരുപാടില്ല അവിടെ. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്ന് കയറാൻ പറ്റുന്നില്ല. അമ്മയൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവിടെ വെച്ച് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആണ് പിന്നീട് യേശുക്രിസ്തുവിൻ്റെ വലിയ പ്രതിമ കാണാനായിട്ട്, നല്ല ഹൈറ്റിലുള്ള പ്രതിമയാണിത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. റൂമിലേക്ക് പോയിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് പിന്നെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി. ബീച്ച് എക്സ്പ്ലോർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആകെ നനഞ്ഞ് കുതിർന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഈ വീഡിയോയോട് കൂടി വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.